നമസ്കാരം. ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിനിടെ തന്നെ ഇറാനും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണ ബന്ധം ശക്തമാക്കിയതായ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. റഷ്യയുടെ നിരവധി മിസൈൽ സാങ്കേതിക വിദഗ്ധർ പലതവണ ഇറാൻ സന്ദർശിച്ചതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിമാനയാത്ര രേഖകൾ പരിശോധിച്ച് ഇറാൻ അമേരിക്കൻ രഹസ്യവൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് ഇത് സംബന്ധിച്ച വാർത്ത തയ്യാറാക്കിയത്. ഏപ്രിലിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുകയും ഒക്ടോബറിൽ ഇസ്രയേൽ തിരിച്ചടിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റഷ്യൻ സാങ്കേതിക വിദഗ്ധരുടെ സന്ദർശനം. റഷ്യയുടെ 7 മിസൈൽ വിദഗ്ധർ മോസ്കോയിൽ നിന്ന് ടെഹ്റാനിലേക്ക് ഏപ്രിൽ 24-നും സെപ്റ്റംബർ 17-നും യാത്ര ചെയ്തിരുന്നെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരായ ഇവരിൽ 2 പേർ വ്യോമ പ്രതിരോധ മിസൈൽ വിദഗ്ധരും 3 പേർ പീരങ്കി റോക്കറ്റ് സാങ്കേതിക വിദ്യ വിദഗ്ധരുമാണ്. ഒരാൾ അതിനൂതന ആയുധ നിർമ്മാണത്തിൽ പരിചയമുള്ളയാളും മറ്റൊരാൾ മിസൈൽ പരീക്ഷണ വിഭാഗത്തിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം റഷ്യൻ വിദഗ്ധർ പലതവണ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സന്ദർശിച്ചിരുന്നെന്ന കാര്യം ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിലെ രഹസ്യവൃത്തങ്ങൾ സമ്മതിച്ചതായും പറഞ്ഞിരുന്നു. ഇവർ സന്ദർശിച്ചവയിൽ 2 ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളാണ്. റഷ്യ ഇറാൻ പ്രതിരോധ സഹകരണം നിരീക്ഷിക്കുന്ന അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥനും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഗാസയിൽ നിന്ന് ഹമാസ് പൂർണ്ണമായും ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത്. മുനമ്പിനെ പൂർണ്ണമായും സൈനിക മുക്തമാക്കാതെ 2ാം ഘട്ട വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാകില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിൽ ധാരണയിലായി 1ാം ഘട്ട വെടിനിർത്തൽ ശനിയാഴ്ച അവസാനിച്ചിരുന്നു. 2ാം ഘട്ടത്തിനായുള്ള ചർച്ച വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു പുതിയ പ്രഖ്യാപനം. അതേസമയം പലസ്തീൻ ജനത തങ്ങളുടെ മാതൃരാജ്യം വിട്ടുപോകില്ലെന്ന് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും പറഞ്ഞിരുന്നു. ഗാസ വിഷയം ചർച്ച ചെയ്യാൻ കൊയ്റോയിൽ അറബ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാസ നിവാസികളെ നിർബന്ധിതരാക്കി കുടിയൊഴിപ്പിക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഗാസയിൽ വെടിനിർത്തലിനായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് ഉച്ചകോടിയിൽ പങ്കെടുത്ത UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരുന്നു. ഗാസയെ വെറുതെ പുനർനിർമ്മിക്കുകയല്ല, അവിടുത്തെ ജനങ്ങളുടെ സ്വാഭിമാനവും സ്വയം നിർണായക അവകാശവും അംഗീകരിക്കുകയാണ് വേണ്ടത്. ഏത് തരത്തിലുള്ള വംശീയതയും അംഗീകരിക്കാനാകില്ല. സ്വതന്ത്ര പലസ്തീനെ അംഗീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പരിഹാരം മാത്രമാണ് മാർഗമെന്നാണ് അദ്ദേഹം പറയുന്നത്.